മുനമ്പം വിഷയത്തിൽ വഖഫ് ബോർഡ് മുൻ ചെയർമാൻ പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ താൻ 2014 മുതൽ 2019 വരെ ചെയർമാനായിരുന്നു. മുനമ്പത്തെ കുടുംബങ്ങൾക്ക് തന്റെ കാലത്ത് ഒരു നോട്ടീസ് പോലും അയച്ചിട്ടില്ല. VS സർക്കാരിന്റെ അതേ നിലപാടായിരുന്നു മുനമ്പം വിഷയത്തിൽ പിണറായി സർക്കാരിനെന്നും അദ്ദേഹം പറഞ്ഞു. 2008 കാലഘട്ടത്തിലാണ് ഈ നിസാർ കമ്മീഷനെ ഗവൺമെന്റ് അച്യുതാനന്ദ സർക്കാർ നിയമിക്കുന്നത്. അച്യുതാനന്ദ സർക്കാർ നിയമിച്ച് നിസാർ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം 9 അതിൻ്റെ കമ്മീഷൻ റിപ്പോർട്ട് വന്നു. അത് ഗവൺമെന്റിന് സബ്മിറ്റ് ചെയ്തു. അങ്ങനെ 10 ഗവൺമെന്റിന്റെ തീരുമാനം വന്നു, തിരിച്ചു പിടിക്കാനുള്ള ആ സ്വത്ത് തിരിച്ചു പിടിക്കണമെന്നുള്ള ഓർഡർ വന്നു. പക്ഷെ തിരിച്ചു പിടിച്ചു, അന്ന് തിരിച്ചു പിടിച്ചില്ല. അതിനെതിരായിട്ട് അവർ അവിടെ താമസിക്കുന്ന ആളുകൾ ഹൈക്കോടതിയിൽ പരാതി പോയി. അങ്ങനെ ഹൈക്കോടതി 2016 എനിക്ക് സംശയം, 16 കാലഘട്ടത്തിലാണ് ഹൈക്കോടതിയിൽ നിന്ന് ഡയറക്ഷൻ വന്നത് ബോർഡിലേക്ക് എങ്ങനെ തിരിച്ചു പിടിക്കണമെന്നുണ്ട്. ബോർഡ് ആ തീരുമാനം തിരിച്ചു പിടിക്കാനുള്ള തീരുമാനത്തിന് നോട്ടീസ് ഒന്നും ഇഷ്യൂ ചെയ്യാതെ അവിടെ വെച്ച് പെൻഡിങ് വെച്ചു. അങ്ങനെ പെൻഡിങ് വെച്ച് അവസാനം കോർട്ട് കണ്ടംപ്റ്റ് വന്നു. കോർട്ട് കണ്ടംപ്റ്റ് വന്നപ്പോൾ പിന്നെ ഞങ്ങൾക്കത് എന്തെങ്കിലും ഒന്ന് ആക്കണം. അതിന് പരിഗണിച്ചു എന്ന് വല്ല ബോർഡിൽ പരിഗണിച്ചു വെക്കുകയും ചെയ്തു. പക്ഷേ നോട്ടീസ് ഒരു പാർട്ടിക്കും അവിടുന്ന് വെക്കേറ്റ് ചെയ്യണമെന്നുള്ള നോട്ടീസോ തിരിച്ചു പിടിക്കാനുള്ള നോട്ടീസോ ഇഷ്യൂ ചെയ്തിട്ടില്ല. അത് ചെയ്തത് പിന്നെ അതിന് എൻ്റെ ശേഷം വന്ന വഖഫ് ബോർഡായിരുന്നു. അത് അംസാക്കായിരുന്നു ചെയർമാൻ. അംസാക്കാണ് അത് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, ഞാനല്ല. VS സർക്കാർ നിയമിച്ച നിസാർ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരമാണ് വഖഫ് ബോർഡിനോട് ഭൂമി ഏറ്റെടുക്കുവാൻ നിർദ്ദേശം വന്നത്. നിസാർ കമ്മീഷൻ റിപ്പോർട്ട് കൂടി പരിഗണിച്ച് ഹൈക്കോടതിയുടെ കോടതി അലക്ഷ്യ ഉത്തരവ് വന്നു. കോടതി അലക്ഷ്യമാവും എന്നതുകൊണ്ടാണ് പരിഗണിക്കേണ്ടി വന്നതെന്നും അദ്ദേഹം പറഞ്ഞു. CPM നേതാവ് TK ഹംസ ചെയർമാനായപ്പോഴാണ് മുനമ്പത്തെ കുടുംബങ്ങൾക്ക് നോട്ടീസ് അയച്ചത്. പാവപ്പെട്ട കുടുംബങ്ങളാണ് അവിടെ താമസിക്കുന്നതെന്ന മാനുഷിക പരിഗണന വെച്ച് അവരെ ഇറക്കിവിടുന്നത് ശരിയല്ല. സംസ്ഥാന സർക്കാരിനാണ് ഇപ്പോഴും വിഷയം പരിഹരിക്കുവാൻ കഴിയുകയെന്നും പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. SS Gold, pure gold. SS Group, നിലമ്പൂർ.